നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ആ യുദ്ധം തുടരുന്നു എന്നാണ് 6ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. നിരുദ്ധ അശേഷ അസ്ത്രേ നിരുദ്ധ അശേഷ അസ്ത്രേ മുമുഹുഷി തവ അസ്ത്രേണ തവാസ്ത്രേണ ഗിരിഷേ ദ്രുതാ ഭൂതാ ഭീതാഃ പ്രമഥ കുലവീരാഃ പ്രമഥിതാഃ പരാസ്കന്തത് സ്കന്തഃ കുസുമ ശരബാണൈഃ ച സചിവഃ സഹ കുംഭാണ്ഡഃ ഭാണ്ഡം നവമിവ ബലേനാശു ബിഭിദേ. ഗിരിശേ ആ ശിവനാകട്ടെ അശേഷ അസ്ത്രേ നിരുദ്ധ എല്ലാ അസ്ത്രങ്ങളും ഭഗവാൻ അയക്കുന്ന എല്ലാ അസ്ത്രങ്ങളും തടഞ്ഞ ശേഷം തവ അസ്ത്രേണ എന്നാൽ ഭഗവാൻ മോഹിപ്പിക്കുന്ന ഒരു അസ്ത്രം ജൃംഭിതാസ്ത്രം എന്നാണ് അതിന്റെ പേര് എന്നാണ് ഓർമ്മ. ആ അസ്ത്രത്താൽ പരമശിവനെ മുമുഹുഷി മോഹിപ്പിച്ചു. അങ്ങനെ മോഹിതനായി അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് ബോധരഹിതനായതുപോലെ ആയപ്പോൾ ഭൂതാഹ ആ ഭൂതങ്ങളൊക്കെ ഭീതാഹ ഭയന്ന് ദ്രുതാഹ ഓടിപ്പോയി. ഒപ്പം ഈ ബാണാസുരനെ സഹായിക്കാൻ വന്ന പ്രമഥ കുലവീരാഹ പ്രമഥ ഗണത്തിലെ ആ രാജപുങ്കവന്മാരൊക്കെ പ്രമഥിതാഹ അവർ മഥിക്കപ്പെട്ടു. അവരും വളരെയധികം ഈ ഭഗവാന്റെ സൈന്യത്താൽ മർദ്ദിക്കപ്പെട്ടു. സ്കന്ദഹ സുബ്രഹ്മണ്യനാകട്ടെ കുസുമശരബാണൈഹി കുസുമശരം എന്നാൽ കാമദേവന്റെ അമ്പ്. അപ്പൊ കാമദേവന്റെ അവതാരമാണ് പ്രദ്യുമ്നൻ. അപ്പൊ അതുകൊണ്ടാണ് കുസുമശരം എന്ന് പറഞ്ഞത്. അപ്പൊ പ്രദ്യുമ്നന്റെ ബാണത്താൽ പരാജിതനായി. സചിവഹ ആ ബാണാസുരന്റെ മന്ത്രിയായിട്ടുള്ള സഹ കുംഭാണ്ഡഹ ആ കുംഭാണ്ഡനും നവം ഭാണ്ഡമിവ ഒരു പുതിയൊരു മൺകുടം എങ്ങനെയാണോ പെട്ടെന്ന് ഉടയ്ക്കാൻ പറ്റുന്നത് അതുപോലെ ഇവ നവം ഭാണ്ഡം ഇവ പുതിയൊരു കുടം എന്നതുപോലെ ബലരാമനാൽ ആശു ബിഭിദേ തച്ചുടയ്ക്കപ്പെട്ടു. അതായത് ആ ഒരു ബലരാമന്റെ മർദ്ദനത്തിൽ ആകെ എന്താ പറയാ തകർക്കപ്പെട്ട പോലെയായി ആ കുംഭാണ്ഡൻ. അങ്ങനെ ആ യുദ്ധം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ടു പോവുകയാണ്. ആദ്യമൊക്കെ പരമശിവൻ ഭഗവാൻ അയക്കുന്ന അസ്ത്രങ്ങളൊക്കെ തടുത്തെങ്കിലും അവസാനം ഭഗവാനാൽ അയക്കപ്പെട്ട ജൃംഭിതാസ്ത്രത്താൽ മോഹിതനായി. അത് കണ്ട് പേടിച്ച് ഭൂതഗണങ്ങളൊക്കെ ഓടിപ്പോയി. ഇവരെ സഹായിക്കാൻ വന്ന പ്രമഥ ഗണപുങ്കവന്മാർ അവരൊക്കെ ഈ യാദവ സൈന്യത്താൽ വളരെയധികം മർദ്ദിക്കപ്പെട്ടു. ഈ ദേവസേനാധിപതിയാണ് സുബ്രഹ്മണ്യൻ. ആ സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നന്റെ ബാണത്താൽ പരാജിതനായി. ഒപ്പം ബാണാസുരന്റെ മന്ത്രിയായിട്ടുള്ള കുംഭാണ്ഡൻ ബലരാമനാൽ തകർക്കപ്പെട്ടതുപോലെയായി. ആകെ സന്ധിബന്ധങ്ങളൊക്കെ ഉടഞ്ഞ് ആകെ ഒരു പരവശനായി പോയി. അല്ലെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറയാണ്. ശ്ലോകം 6.
നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷിതവാസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാ ഭീത പ്രമഥകുലവീരാ പ്രമഥിത പരാസ്കന്ദസ്കന്ദ കുസുമശരബാണൈശ്ച സജീവ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേനാശു ബിഭിദേ. ഹരിശരണം. എല്ലാ നാരായണീ ഉപാസകർക്കും വിനീത പ്രണാമം. നാരായണ ഭട്ടതിരിപ്പാദർക്കും വേദവ്യാസ മഹർഷിക്കും ശ്രീ ഗുരുവായൂരപ്പനും പ്രണാമം. എല്ലാ പൂർവികരെയും ഗുരുജനങ്ങളെയും ഓർക്കുന്നു. കുടുംബദേവത, പരദേവത, ഗ്രാമദേവത എല്ലാവരെയും സ്മരിക്കുന്നു. ദശകം 52 നമ്മൾ. രസകരമായ ഭഗവത് ലീലകളിലൊന്നാണ് ഹരിഹരന്മാർ കണ്ടുമുട്ടുന്നതും ഒരു നാടകം എന്ന പോലെ അവർ തമ്മിൽ യുദ്ധം എന്ന വ്യാജേന വിഹരിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഭക്തന്മാരെ ഉദ്ധരിക്കാനുള്ള ചില ലീലകളിലൊന്നാണെന്ന് കരുതിയാൽ മതി. ദശകം 82 6-ാമത്തെ ശ്ലോകത്തിലാണ് മഹാദേവനായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ മഹാദേവൻ്റെ എല്ലാ അസ്ത്രങ്ങളെയും തടഞ്ഞു, നിരോധിച്ചു. അതുകൂടാതെ ഭഗവാൻ മോഹനാസ്ത്രം പ്രയോഗിച്ചു എന്ന് വേണം കരുതാനായിട്ട്. അവർ തമ്മിലുള്ളതായ ഒരു ധാരണയുടെ പേരിലാണോ എന്നറിയില്ല. ആ മോഹനാസ്ത്രത്തിൽ മയങ്ങിയ പോലെ, മോഹിച്ച പോലെ ഭഗവാൻ അവിടെ മോഹത്തോടു കൂടി യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയ പോലെ ആയി എന്ന് വേണം ധരിക്കാനായിട്ട്. ഇത് കണ്ട് ഭയന്ന ശിവഭൂതങ്ങളൊക്കെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ പ്രമഥകുലവീര പ്രമഥിത എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അതായത് ശിവദ്വേഷികളെ പ്രമഥിക്കുന്നവർ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നവർ ആണത്രേ പ്രമഥന്മാർ. അതൊരു പുതിയ അറിവാണ് നമുക്ക്. അത് ശിവപക്ഷക്കാരാണ്. അവരും ഭയന്നോടുകയാണ്. അവരും യാദവ സൈന്യങ്ങളാലോ മറ്റോ പ്രമഥിതരായി എന്ന് വേണം കരുതാനായിട്ട്. അത് കഴിഞ്ഞ് പ്രദ്യുമ്നോട് എതിർത്തതായ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി പിൻവാങ്ങുകയാണ് ആ യുദ്ധത്തിൽ നിന്ന്. ഇതൊക്കെ ഒരു നാടകമാണെന്ന് ധരിച്ചാൽ മതി, തോൽക്കുകയല്ല. ഇവിടെ അവർ തമ്മിൽ ഒരു ധാരണയുണ്ട്. എങ്ങനെയൊക്കെയാണ് ലീലകൾ ആടേണ്ടതെന്ന് നിശ്ചയിച്ച പോലെ നടന്നു പോകണമെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് ആസ്വദിക്കാനും ആനന്ദിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് ബാണാസുരൻ്റെ ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് കുംഭാണ്ഡൻ. ആ കുംഭാണ്ഡനെ ഒരു മൺകലം ഉടയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അനായാസേന ബലരാമൻ ഭേദിച്ചു അല്ലെങ്കിൽ വധിച്ചു, പൊടിച്ചു എന്നൊക്കെ പറയാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശിവപക്ഷക്കാരൊക്കെ തന്നെ പരാജയപ്പെട്ട പോലെ ആയിത്തീർന്നു എന്ന് വേണം കരുതാനായിട്ട്. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ഒരു വശം നോക്കുമ്പോൾ ഹരിക്ക് വിജയം കൊടുത്തുകൊണ്ട് ഹരൻ പിൻവാങ്ങുകയാണ്. ഇത് ഒരു ശുഭമായ കാര്യമാണ്. കാരണം ഇതോടുകൂടി ബാണൻ്റെ കാവൽക്കാരൻ എന്ന അവസ്ഥയിൽ നിന്ന് മഹാദേവൻ മോചിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിനാണ് ഭഗവാൻ വന്നത്. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ മറ്റൊരു രീതിയാണ് ഇവിടെ വർണ്ണിച്ചത്. ഈ യുദ്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മഹാദേവൻ മോഹിച്ചു കിടക്കുന്നു. ഭൂതഗണങ്ങളൊക്കെ ഭയന്നോടിയിരിക്കുന്നു. പ്രമഥന്മാരും ഭയന്നോടിയിരിക്കുന്നു. സുബ്രഹ്മണ്യൻ പിൻവാങ്ങിയിരിക്കുന്നു. കുംഭാണ്ഡൻ വധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളതായ ആ യുദ്ധഭൂമിയിൽ ആ ഹരിഹരന്മാർ തമ്മിലുള്ളതായ ധാരണാവിശേഷത്തിനെ കണ്ടുകൊണ്ട് നമുക്ക് രണ്ടുപേരുടെയും കാൽക്കൽ നമസ്കരിക്കാം.
ഇത്രയും രസകരമായ ലീലകൾ അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ ആനന്ദിപ്പിക്കുകയും അവരോട് അടുപ്പിക്കുകയും ചെയ്യുന്നതായ അവസ്ഥ അതിവിശേഷമാണ്. നമുക്കിപ്പോൾ മമ്മിയൂരപ്പനെയും ഓർക്കാം, ഗുരുവായൂരപ്പനെയും ഓർക്കാം. ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. എല്ലാവർക്കും ഭക്തിയോട് കൂടിയിട്ടുള്ളതായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുക. ഇങ്ങനെ ഭഗവാനോട് അടുക്കാനും സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ അഭേദമായ ഭക്തി സിദ്ധിക്കാനായിക്കൊണ്ടായിരിക്കാം ഇത്തരം സന്ദർഭങ്ങളെ പുരാണങ്ങളിൽ കൊണ്ടുവരുന്നത് എന്ന് വേണം വിചാരിക്കാനായിട്ട്. ഹരിശരണം, ഹരിശരണം.